ഭരണഘടന തിരുത്തി എഴുതിയാൽ അല്ലെങ്കിൽ റദ്ദാക്കിയാൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോവുക? നമ്മുടെ എല്ലാ തരത്തിലുള്ള മൗലിക അവകാശങ്ങളും ലംഘിക്കപ്പെടുന്നു. അടിയന്തരാവസ്ഥക്കാർ നമുക്കറിയാം, പത്രസ്വാതന്ത്ര്യമില്ല, പ്രതിപക്ഷ കക്ഷി നേതാക്കളെ എല്ലാം പിടിച്ച് ജയിലിട്ട് ആരും ചോദിക്കാനില്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ഇന്ത്യയില് നടപ്പിലാക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് BJP നയിക്കുന്ന NDA മുന്നണിയുടെ ലക്ഷ്യം എന്ന് പറയുക. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക നയങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയം. മിനിഞ്ഞാന്ന് നമുക്കറിയാം, ഗ്യാസ് കുറ്റി 100 രൂപ കുറച്ചു. നാരി ശക്തിക്ക് വേണ്ടിയാണ്. ഇത്രയും നാളും സ്ത്രീകൾക്ക് ശക്തിപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നോ? ഈ ഇലക്ഷൻ വന്നപ്പോൾ അവരുടെ ഒരു നയമാണ് പെട്രോൾ ഗ്യാസിന് 100 രൂപ കുറച്ചു. ഇവര് തന്നെയാണ് നേരത്തെ UPA ഭരണകാലത്ത് ഗ്യാസിന് വില കൂടുതലാണെന്ന് പറഞ്ഞ് ഗ്യാസ് കുറ്റി വലിയ ചുവം ഉറപ്പുകൊണ്ട് കത്തിച്ചു നടന്ന ആ പാർട്ടിയാണ് ഇലക്ഷൻ വന്നപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഒരു രീതി മാത്രം, ജനങ്ങളെ പല തട്ടായിട്ട് തിരിച്ച് അവരുടെ ഒരു വർഗീയ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. കാരണം ഒരു സവർണ നേതാവിത്വം ബാക്കിയുള്ളവരെല്ലാം അടിമകളായിട്ട് നിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവരുടെ ഒരു നയം. കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾ എന്തൊക്കെയാണ്? 7 മാസമായിട്ട് 1200 രൂപ വെച്ചു കൊടുക്കാൻ അവരോട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ SSLC പരീക്ഷയ്ക്ക്, ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് പരീക്ഷയ്ക്കുള്ള ചെലവുകൾ അത് നടക്കാൻ സർക്കാരിൽ പണമില്ല. NSS USS സ്കോളർഷിപ്പ് അതിനുള്ള പണം സർക്കാരിന് കൊടുക്കാറില്ല. ഇവരെ ഉള്ള പണമെല്ലാം ദൂർത്തടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് തിരിച്ചെടുക്കുന്ന മുന്നണി വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ നമ്മളെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു മുന്നണി. ഇതിനെതിരെ ശബ്ദിക്കുവാനുള്ള പ്രതിപക്ഷ കക്ഷി അതുവരെ ഇല്ലാത്തൊരവസ്ഥ. കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഒരു മിണ്ടാട്ടവുമില്ല, BJP മിണ്ടുന്നില്ല. ഇവരെല്ലാം തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ അവസരം നമ്മൾ ഡൽഹിയിലേക്ക് മനസ്സിലിരിക്കുക, അന്ന് കണ്ണുപിടിക്കുക. ഡൽഹിയില് 2014 കെജ്രിവാൾ മുഖ്യമന്ത്രിയായപ്പോൾ 35,000 കോടി കടമുണ്ടായിരുന്ന സ്റ്റേറ്റ് മിനിഞ്ഞാന്ന് ബഡ്ജറ്റില് 14,500 കോടി മിച്ചമുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറി. ഈ സമയത്ത് നമ്മൾ ഇതുകൂടി ഓർക്കുക, ഡൽഹി ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കുക. ജനങ്ങൾക്ക് 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആണ് ഒരു മാസം. നമ്മുടെ ഇവിടെ നമുക്കറിയാം, 2 മാസം കൂടുമ്പോൾ ഒരു 400 യൂണിറ്റ് വൈദ്യുതി വന്നാൽ ഏകദേശം ഒരു 3,500 രൂപ നമ്മുടെ വീട്ടുകാരിൽ പോകുന്ന ഒരു അവസ്ഥ. 20,000 ലിറ്റർ വെള്ളം അവിടെ സൗജന്യമാണ്. അതുപോലെ അവിടുത്തെ വിദ്യാഭ്യാസം, ഹാപ്പിനെസ് കരിക്കുലം, സന്തോഷകരമായ വിദ്യാഭ്യാസമാണ്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ കണ്ടു പൂക്കോട് കോളേജില് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടിയെ SFIയുടെ കബാലിയന്മാര് പിച്ചു ചൂണ്ടി കൊന്നിട്ടും അവർക്കൊരു പശ്ചാത്തലവുമില്ല. അതല്ല, അവർക്ക് സഹപാഠികളായിട്ട് കണ്ടുകൊണ്ട് നല്ലൊരു സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഹാപ്പിനെസ് കരിക്കുലമാണ് മനീഷ് സിസോദിയ എന്ന് പറയുന്ന മന്ത്രി അവർ നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡൽഹിയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള ഗവൺമെന്റ് സ്കൂളാണ്. ആ ഗവൺമെന്റ് സ്കൂളുകളിൽ 1200 കുട്ടികളാണ് നീറ്റ് എക്സാമിൽ പാസ്സായി അവിടെ മെഡിക്കൽ രംഗത്ത് പഠിക്കുവാൻ അർഹതയുള്ളത്. നമ്മുടെ ഇവിടുത്തെ അവസ്ഥയല്ല. നമുക്കറിയാം, പാലായിൽ ബില്ലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. 1 ലക്ഷം 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് നമ്മുടെ കുട്ടികൾ അവിടെ നീറ്റിന് പരിശീലനം നേടി അവിടെ മെഡിസിന് അഡ്മിഷൻ ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ. പക്ഷെ ഡൽഹിയിലെ കുട്ടികൾ ഒരു പൈസ പോലും മുടക്കാതെ സർക്കാർ ചെലവില് ഈ ഒരു വിദ്യാഭ്യാസ സൗകര്യം, അതുപോലെ മൊഹല്ല ക്ലിനിക്കുകള് നമ്മുടെ ഇവിടെ നമുക്കറിയാം, ഏതെങ്കിലും പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുണ്ടോ, ഡോക്ടർമാരുണ്ടോ? മെഡിക്കൽ കോളേജ് വരെ മരുന്നില്ലാത്തൊരവസ്ഥയാണ്. അവിടുത്തെ മൊഹല്ല ക്ലിനിക്കിൽ 80 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകള് സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുക. നമ്മള് അലഞ്ഞു വരുന്ന നടക്കുന്ന കാര്യമില്ല. മെഡിക്കൽ കോളേജ് നമുക്കറിയാം, അവിടെ സ്കാൻ ചെയ്യണോ, എക്സ്റേ ചെയ്യണോ, എല്ലാം നമ്മൾ പുറത്തോട്ട് പോകണം, അവിടെ പൈസ കൊടുക്കണം. ഇവിടെ അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. ഇതൊന്നും വെറുതെ പറയുന്നില്ല. ഡൽഹിയില് നമ്മുടെയൊക്കെ സഹോദരന്മാരും ഇങ്ങനെയൊക്കെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചു, ഇതൊക്കെ സത്യമാണോ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നയങ്ങൾ നടപ്പിലാക്കിയിട്ടും ആ സർക്കാരിന് 14,500 കോടി രൂപയാണെങ്കിൽ നമ്മുടെ ഈ സർക്കാർ 4 ലക്ഷം കോടി രൂപയാണ് ഇവരുടെ കടം. അതായത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടം വരുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കും. വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധി ശ്രീലങ്ക നമ്മൾ കണ്ടു. ആ ഒരു പ്രതിസന്ധി കേരളത്തിലും അതിനിദൂരമല്ലാതെ തന്നെ സംഭവിക്കും. കാരണം സർക്കാർ ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം അരിച്ചു പിടിച്ചു കൊടുത്തു. ഇനി ഇത് കിട്ടുമോ ഇല്ലയോ അതൊന്നും അറിയാൻ പറ്റില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ 1,600 രൂപ പോലും വെച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഈ ഒരു സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടുകൾക്ക് നമ്മൾ ജനങ്ങൾ മാറി ചിന്തിക്കുക. ആം ആദ്മിയുടെ നല്ല വശങ്ങൾ കണ്ടുപിടിക്കുക. നല്ല വശങ്ങൾ മാത്രമേ ഉള്ളൂ, കണക്കില്ല, വേറെ ഒരു ട്രിക്കുമില്ല. ജനങ്ങളിൽ നിന്ന് ഭരിക്കുന്ന നികുതി ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സഹോദരങ്ങളുണ്ട്, കച്ചവടക്കാർക്ക് നമ്മളെല്ലാം GST എല്ലാം കൊടുക്കുക. പെട്രോളിന് 2 രൂപ കൊടുക്കുന്നുണ്ട് സെസ്സായിട്ട്. ഇതുപോലും നല്ല രീതിയിൽ ചെലവഴിക്കാതെ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ ആർഭാടത്തിനും ദൂരത്തിനും ഒരു കുറവുമില്ല. ജനങ്ങള് വേണമെങ്കിൽ ജീവിച്ചോളൂ, അല്ലെ അവർക്കൊരു
ഒരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രിയും അരിശം വരുന്ന മുഖ്യമന്ത്രിയൊക്കെയാണ് നമ്മുടെ നാട്ടില് ഉള്ളത്. കെജ്രിവാളിനെല്ലാം നോക്കുക, ഒരു കുറിയ മനുഷ്യനാണ് അദ്ദേഹം. IIT ഖരഗ്പൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി, ഇന്ത്യയിലെ സിവിൽ സർവീസ് പാസ്സായി, ഇൻകം ടാക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യനാണ് മനം മടുത്ത് ഇവർക്ക് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി ചൂലെന്നൊരു ഒരു ചിഹ്നം തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റം വരുത്തി. രണ്ടാം ഗാന്ധി എന്ന് തന്നെ അറിയപ്പെടുന്ന അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ നമുക്കറിയാം ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ദില്ലിയിലും ഭരിക്കുന്നു. ഇന്ത്യയിലെ ഗോവയിലും ഗുജറാത്തിലും ഹരിയാനയിലും ഒക്കെ ആം ആദ്മിക്ക് MP-മാരും MLA-മാരും ഉണ്ട്. ഈ ഒരു മാറ്റം കേരളത്തിലും വരും. കേരളത്തിലെ ജനങ്ങളും ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞിട്ട് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇലക്ഷനിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നമ്മൾ ജനങ്ങളെ മനസ്സിലാക്കുക. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കും. ആ സ്ഥാനാർത്ഥികളെ നിങ്ങളോടുകൂടെ കൂടെ ചേർത്തുകൊണ്ട് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. അവരെപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കും. ആം ആദ്മിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി അയാൾ മോശമാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അയാളെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. നമുക്കറിയാം, നമ്മളിവിടെ 5 വർഷം തെരഞ്ഞെടുത്താൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി ആൾക്ക് തോന്നുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു അവകാശം നമ്മളെ വോട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആം ആദ്മി പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ നേരെ തിരിച്ചാണ്. നമുക്ക് അവരെ റീകോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കുക, ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞു വാക്കുകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭക്ഷണം